അതെ. കൊഴുവ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അച്ചാറിട്ടാലോ? അപ്പം നല്ല വെട്ടി വൃത്തിയാക്കിയ കൊഴുവയൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം ഉപ്പും ചേർത്തിട്ട് നമുക്ക് കൊഴുവയൊന്ന് നല്ലതായിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ മീനെല്ലാം ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് അതേ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകും ഉലുവയും അത്യാവശ്യം പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെളുത്തുള്ളി കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കഷ്ണം കായവും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിക്കാം. ആ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അച്ചാറിന് ആവശ്യമായ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകാതെ നോക്കണം. അത്യാവശ്യം ഒരു പാകത്തിനൊക്കെ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ വിനാഗിരി അത്യാവശ്യം ഇച്ചിരി കൂടുതൽ വേണം, നമുക്ക് പുളി വേണമല്ലോ. അപ്പം നന്നായിട്ട് നമുക്ക് മീൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ കൊച്ചടുക്കള നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ കൊടുത്താലേ എൻ്റെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റത്തുള്ളൂ മുന്നോട്ടേ. അപ്പം എല്ലാവരും കൊഴുവൽ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ശകലം എടുത്തിട്ട് ഇങ്ങനെ അച്ചാറൊന്ന് ഇട്ട് നോക്കണം. പേഴ്സണലി അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് കൊഴുവൽ മീൻ ഇഷ്ടമുള്ളവരെല്ലാവരും വാങ്ങിക്കുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന്. കാരണം അത്രയ്ക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കൊഴുവലച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മറക്കാതെ ഷെയർ എല്ലാവരും ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ കൊഴുവലച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം ഓക്കെ, ബായ്.